ആലപ്പുഴ ചേർത്തലയിൽ കുഴിച്ചുമൂടിയ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തി. മൃതദേഹം അമ്മയുടെ ആൺ സുഹൃത്തിന്റെ വീട്ടിലെ ശുചിമുറിയിൽ. കുഞ്ഞിനെ ശ്വാസം പൊട്ടിച്ചു കുഴിച്ചുമൂടിയെന്ന് രതീഷിന്റെ മൊഴി. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുരക്ഷാ പരിശോധനയ്ക്ക് അനുമതി. കേരളത്തിന്റെ ആവശ്യം അംഗീകരിച്ച കേന്ദ്ര ജല കമ്മീഷൻ. തമിഴ്നാടിന്റെ എതിർപ്പ് തള്ളി ജല കമ്മീഷൻ. 12 മാസത്തിനകം റിപ്പോർട്ട് നൽകാനും നിർദ്ദേശം. AK ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കാൻ NCPയിൽ സമ്മർദ്ദം. തോമസിനെ മന്ത്രിയാക്കണമെന്ന് ജില്ലാ പ്രസിഡന്റുമാർ. വിഷയത്തിൽ അന്തിമ തീരുമാനം ശരത് പവാർ എടുക്കും. മന്ത്രിയെ മാറ്റൽ തന്റെ അധികാരപരിധിയിൽ വരുന്നതല്ലെന്ന് PC ചാക്കോ. ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റും. PV അൻവർ MLAയുടെ ആരോപണങ്ങൾ DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിക്കും. മുഖ്യമന്ത്രിയുടെ അസാധാരണ പ്രഖ്യാപനം പോലീസ് അസോസിയേഷൻ സമ്മേളനവേദിയിൽ. ഫോൺ വിളി വിവാദത്തിൽ പത്തനംതിട്ട SP സുജിത് ദാസിന് സസ്പെൻഷൻ. പോലീസിനെ അച്ചടക്കം ഓർമ്മിപ്പിച്ചു മുഖ്യമന്ത്രി. സേനാംഗങ്ങൾ അച്ചടക്കത്തിന്റെ ചട്ടക്കൂട് പൊളിക്കരുത്. പോലീസ് സേനയുടെ വിശ്വാസ്യത വീണ്ടെടുക്കണം. എത്ര ഉന്നതനായാലും മുഖം നോക്കാതെ നടപടിയെടുക്കണമെന്ന് പിണറായി. പുതിയ വെളിപ്പെടുത്തലുമായി PV അൻവർ MLA. സോളാർ കേസ് അട്ടിമറിച്ചതിലും അജിത് കുമാറിന് പങ്ക്. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും ADGPയുടെ സംഘം സ്വർണം കടത്തി. കവടിയാറിൽ ADGP അജിത് കുമാർ ആഡംബര വീട് പണിയുന്നു. നാളെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകുമെന്നും അൻവർ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടപടി ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ട ദേശീയ കൂട്ടായ്മ. നീതിപൂർവമായ അന്വേഷണം വിചാരണയിൽ നടപ്പാക്കണമെന്ന ആവശ്യം. നിയമ നടപടി തുടരാത്ത സ്ത്രീകളെ വേട്ടയാടരുത്. മുഖ്യമന്ത്രിക്ക് കത്തയച്ച് സുപ്രീംകോടതിയിലെ അഭിഭാഷകരും സാമൂഹ്യ പ്രവർത്തകരും ഉൾപ്പെടെ 72 പേർ. CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജി. വിശദാംശങ്ങളിലേക്ക് പോകാം. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ വിശദമായ സുരക്ഷാ പരിശോധന നടത്തും. കേരളത്തിന്റെ ആവശ്യം അംഗീകരിച്ചാണ് കേന്ദ്ര ജല കമ്മീഷന്റെ നടപടി. മുല്ലപ്പെരിയാർ അണക്കെട്ട് മേൽനോട്ട സമിതിയുടെ യോഗത്തിലാണ് നിർണായക തീരുമാനം. 12 മാസത്തിനകം പരിശോധന പൂർത്തിയാക്കാനാണ് നിർദ്ദേശം. വിവരങ്ങൾ KC ഉണ്ണികൃഷ്ണൻ